ചക്ക ഇഷ്ടമല്ലാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടാകില്ല. പ്രത്യേകിച്ചും മലയാളികളുടെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് ചക്ക. നമ്മുടെ കേരളത്തിൻ്റെ, തമിഴ്നാടിൻ്റെയും സംസ്ഥാന ഫലവും ബംഗ്ലാദേശിൻ്റെ ദേശീയ പഴവുമാണ് ചക്ക എന്ന് എത്ര പേർക്കറിയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ചക്ക കൺസ്യൂം ചെയ്യുന്ന രാജ്യമെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. 3000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്ലാവും ചക്കയും ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ചക്ക ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ജാക്ക് ഫ്രൂട്ട് ഫാമുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അത്തരത്തിൽ ലക്ഷക്കണക്കിന് ചക്ക കൃഷി ചെയ്യുന്ന തായ്ലാൻഡിലെയും മറ്റുമുള്ള നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന ഫാമുകളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. മറ്റെല്ലാ കൃഷികളെപ്പോലെ തന്നെ ചക്ക കൃഷിയുടെ ആരംഭം പ്ലാവിന് വേണ്ടി നല്ല വിത്ത് തിരഞ്ഞെടുക്കുന്നതിലാണ്. പ്ലാവുകൾ 6 മുതൽ 7.5 വരെ pH ഉള്ള മണൽ കലർന്ന മണ്ണിലാണ് നല്ലതുപോലെ വളരാളുള്ളത്. സമതല പ്രദേശങ്ങളിലാണ് നമ്മുടെ നാട്ടിലുള്ള ചക്ക സാധാരണ കാണപ്പെടുന്നത്. കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രൂട്ടും ചക്ക തന്നെയാണെന്ന് നിങ്ങൾക്കറിയാം. കർഷകർ പ്രധാനമായും ഗ്രാഫ്റ്റിംഗ് വഴിയാണ് പ്ലാവുകളെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. കാരണം ഈ രീതി പ്ലാവുകൾക്ക് വേഗത്തിൽ ചക്ക ഉൽപ്പാദിപ്പിക്കാനും ഉയർന്ന വിളവ് നൽകാനും സഹായിക്കുന്നു. ഇത്തരത്തിൽ ഗ്രാഫ്റ്റിംഗ് വഴി അല്ലാതെ പ്ലാവുകൾ വളർത്തി കഴിഞ്ഞാൽ ഇവ കായ്ക്കാൻ 6 മുതൽ 8 വർഷത്തോളം സമയം എടുക്കാറുണ്ടത്രേ. എന്നാൽ ഗ്രാഫ്റ്റിംഗ് വഴി ആണെങ്കിൽ അത് 3 മുതൽ 4 വർഷം കൊണ്ട് തന്നെ കായ്ച്ചു തുടങ്ങുന്നു. നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായി സിംഗപ്പൂർ, സിന്ധു തുടങ്ങിയ ജാക്ക് ഫ്രൂട്ട് വെറൈറ്റീസാണ് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ ഈ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികൾ 30 മുതൽ 40 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വളർന്നു കഴിഞ്ഞാൽ ഇവയെ കൃഷിയിടത്തേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. 8 മുതൽ 12 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പ്ലാവിൻ തൈകൾ നട്ടുപിടിപ്പിക്കാറുള്ളത്. വളർന്നു വരുമ്പോൾ ഇവ തമ്മിൽ ആവശ്യമായ ഡിസ്റ്റൻസ് ഇല്ലെങ്കിൽ അത് കായ്ഫലത്തെ വരെ ബാധിക്കുമെന്നതാണ് സത്യം. കൂടാതെ കർഷകർ ആവശ്യത്തിന് ആഴത്തിൽ കുഴി കുഴിച്ച് അതിനുള്ളിൽ മണലും മണ്ണും വളവും നിറച്ചാണ് ഈ തൈകൾ അതിൽ നടുന്നത്. പ്ലാവ് നട്ടു വളർത്തുന്നതിൻ്റെ ആദ്യഘട്ടത്തിലാണ് ഇവയ്ക്ക് ഏറ്റവും കൂടുതൽ പരിചരണം ആവശ്യമായുള്ളത്. പ്രത്യേകിച്ച് ഡ്രൈ സീസണിംഗ് ഇവയ്ക്ക് കൃത്യമായി വെള്ളം ലഭിച്ചിരിക്കണമെന്നതാണ് മറ്റൊരു വസ്തുത. ഈ പ്ലാവ് കൃഷിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബ്രൂണിംഗ് അഥവാ ഇലതോൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പ്രോസസ്സുകൾ. ഓരോ നാട്ടിലും ഇതിന് ഓരോ പേരാണ് പറയുന്നത്. ഈ പ്രോസസ്സ് ഓരോ വർഷവും ചെയ്യാറുണ്ട്. ഇത് പ്ലാവിനെ കൃത്യമായി രൂപപ്പെടുത്താനും പ്ലാവിലെ രോഗം പിടിച്ചതായുള്ള ശാഖകളെ നീക്കം ചെയ്യാനും ചെടിയുടെ എല്ലാ ശാഖകളിലേക്കും സൂര്യപ്രകാശം എത്താനും സഹായിക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ കൃത്യമായി പ്രോസസ്സ് ചെയ്തു കഴിഞ്ഞാൽ ഇതുവഴി ഇതിലുണ്ടാകുന്ന കനം കൂടിയ ചക്കകളെ കൃത്യമായി മരത്തിന് താങ്ങി നിർത്താനും സാധിക്കും. ഈ കൃഷിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പ്ലാവിനെ രോഗങ്ങളിൽ നിന്നും മറ്റു പ്രാണികളിൽ നിന്നും ഒക്കെ സംരക്ഷിക്കുക എന്നുള്ളത്. പ്രധാനമായും ഫ്രൂട്ട് ഫ്ലൈസ്, സ്റ്റെം ബോറൈസ്, മീലി ബാഗ്സ്, സ്റ്റെം ബാഗ്സ് തുടങ്ങിയ പ്രാണികളാണ് പ്ലാവിന് ഭീഷണിയായിട്ടുള്ളത്. ഇതിനുവേണ്ടി കർഷകർ ജൈവ കീടനാശിനികൾ, വേപ്പെണ്ണ, പ്രകൃതിദത്ത ഇരപ്പിടിയന്മാരായിട്ടുള്ള ലേഡി ബഗ്സ് പോലെയുള്ള ജീവികളെയും ഉപയോഗിക്കാറുണ്ട്. ഇതിനു പുറമെ സ്റ്റെം റോട്ട്, ഫ്രൂട്ട് റോട്ട്, ലീഫ് സ്പോട്ട് തുടങ്ങിയ പ്രകൃതിദത്ത രോഗങ്ങൾ കൂടുതലായി പിടിപെടാതിരിക്കാൻ വേണ്ടി ബ്ലാക്ക് ഗോൾഡ് തുടങ്ങിയ പ്ലാവിൻ്റെ വെറൈറ്റീസുകളാണ് കർഷകർ കൂടുതൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇവ വളർന്ന് പ്ലാവ് പൂവിട്ട് കഴിഞ്ഞാൽ 6 മാസം മുതൽ 8 മാസം കൊണ്ട് ചക്കകൾ കായ്ക്കാൻ തുടങ്ങുന്നു. ചക്ക പഴുത്താൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് നമ്മൾ മലയാളികൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സത്യത്തിൽ നമ്മുടെ നാടുകളെ അപേക്ഷിച്ച് നല്ല ആരോഗ്യമുള്ള പ്ലാവിൻ ഒരു വർഷം 100 മുതൽ 200 വരെ ചക്കകൾ വരെ കായ്ക്കാറുണ്ട് എന്നതാണ് സത്യം. 2023 തായ്ലാൻഡിൽ 4,50,000 മെട്രിക് ടൺ ചക്കകളോളമാണ് വിളവെടുത്തിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ വർഷം ഏകദേശം 15 ലക്ഷം ടണ്ണോളം ചക്ക വിളവെടുക്കാറുണ്ട്. അതിനാൽ തന്നെ ഇത്രയും അധികം ചക്ക വിളവെടുക്കാൻ നല്ല പരിചയ സമ്പത്തുള്ളവർ തന്നെ വേണം. നമ്മുടെ ഇന്ത്യയിൽ ചക്കയുടെ വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത് മാർച്ച് മുതൽ ജൂൺ മാസം വരെയാണ്. എന്നാൽ തായ്ലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ അത് ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയാണ്. പല രാജ്യങ്ങളിലും ചക്ക കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രം ഓരോ ജില്ലയിലും ഒരുപാട് ചക്ക വിഭവങ്ങൾ ഉണ്ടെന്നതാണ് സത്യം. ഏതായാലും ചക്ക കൊണ്ടുള്ള വിഭവങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഏതായാലും വീണ്ടും ചക്ക കൃഷിയിലേക്ക് തന്നെ മടങ്ങി വരാം. അങ്ങനെ മുമ്പ് പറഞ്ഞതുപോലെ വിളവെടുത്ത ചക്കകൾ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ശേഷം അവിടെ വെച്ച് ഈ ചക്ക ക്ലോറിനോ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് തുടങ്ങിയ ഫുഡ് സേഫ്റ്റി കെമിക്കൽസ് മിക്സ് ചെയ്ത് വെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ ക്ലീൻ ആക്കി എടുക്കാറുണ്ട്. ശേഷം ഇതിലെ ചക്കകൾ വലിപ്പവും ക്വാളിറ്റിയും അനുസരിച്ച് വേർതിരിച്ചെടുക്കുന്നു. ശേഷമാണ് ഈ ചക്കയെ കത്തി കൊണ്ടോ മെഷീൻ ഉപയോഗിച്ചോ മുറിച്ചെടുക്കുന്നത്. ഒരു ചക്കയുടെ ഉള്ളിൽ ഏകദേശം ചക്കയുടെ വലിപ്പം അനുസരിച്ച് 100 മുതൽ 500ഓളം ചുളകൾ ഉണ്ടാകുമെന്നതാണ് കണക്ക്. സത്യത്തിൽ ഈ ചക്ക ചുളകൾ വൈറ്റമിൻ സി, വൈറ്റമിൻ എ, പൊട്ടാസ്യം, ഫൈബർ തുടങ്ങിയവ കൊണ്ട് സമ്പന്നമാണ്. അതിനുശേഷം ഡ്രൈ ആക്കി എടുക്കാനുള്ള ചക്ക ചുളകളെ
4 മുതൽ 6 മില്ലിമീറ്ററോളം വലുപ്പത്തിലായുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നു. ഈ ചക്കച്ചുളയുടെ കഷ്ണങ്ങൾ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചെറുതായി മുറിച്ചെടുക്കുന്നത്. ഇതിനുശേഷം ഇവയെ ഉണക്കാനായി ഡ്രൈയിങ് യൂണിറ്റുകളിലേക്ക് കൊണ്ടുപോകുന്നു. ചില ഫാമുകളിൽ ഇവ നേരിട്ടുള്ള സൂര്യപ്രകാശം ഉപയോഗിച്ചാണ് ഉണക്കാറുള്ളത്. എന്നാൽ ചില ഫാമുകളിൽ ഇലക്ട്രിക് ആയോ സോളാർ ആയോ ഉപയോഗിക്കുന്നു. ചെറുതായി അരിഞ്ഞ ചക്കച്ചുളകൾ ഒരു ഡ്രേയിലാക്കി 50 മുതൽ 60 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഉപയോഗിച്ച് 8 മുതൽ 10 മണിക്കൂർ വരെ സമയമെടുത്ത് ഉണക്കുകയാണ് ചെയ്യുക. ഇത് ചക്കച്ചുളയിലെ ഈർപ്പം കളയുകയും ചുളയുടെ മധുരം അതുപോലെ തന്നെ നിലനിർത്തുകയും ചെയ്യുന്നു. ഏകദേശം ഓരോ 5 കിലോ ചക്കച്ചുളയിലും 1 കിലോയോളം ചക്കകൾ മാത്രമാണ് ഇത്തരത്തിൽ ഡ്രൈ ആക്കി എടുക്കാറുള്ളത്. ഇങ്ങനെ ഡ്രൈ ആക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഡ്രൈ ആയ ചക്കച്ചുളയുടെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 6 മുതൽ 12 മാസത്തോളമായിരിക്കും. അതിനാൽ തന്നെ ഇവ ഒരുപാട് കാലം കേടുകൂടാതെ ഉപയോഗിക്കാനും സാധിക്കുന്നു. അടുത്തതായി ഇത്തരത്തിൽ ഉണക്കിക്കഴിഞ്ഞ ചക്കച്ചുളകൾ മെഷീൻ ഉപയോഗിച്ചോ കൈകൊണ്ടോ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ച ചക്കച്ചുളകളെ ഒഴിവാക്കുകയും ചെയ്യും. ശേഷം ഈ ചുളകൾ വാക്വം സീൽഡ് പൗച്ചുകളിലോ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ബാഗുകളിലോ പാക്ക് ചെയ്തെടുക്കുന്നു. ഇത്തരത്തിൽ ഡ്രൈ ആക്കിയെടുത്ത ചക്കകൾ വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. പക്ഷേ ഇങ്ങനെയാണെങ്കിലും ഒരുപാട് ചക്കകൾ വർഷാവർഷം വേസ്റ്റായി പോകാറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. 2012 മേഘാലയത്തിൽ മാത്രം 434 കോടി രൂപയുടെ ചക്കയാണത്ര വേസ്റ്റായി പോയിരുന്നത്. ഇനി പ്രോസസ്ഡ് ജാക്ക് ഫ്രൂട്ടിൻ്റെ ഗ്ലോബൽ മാർക്കറ്റ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അത് ഏകദേശം $375 മില്യൺ, അതായത് 3212 കോടി രൂപയാണ് വരുന്നത്. 2030 ആകുമ്പോഴേക്കും അത് $456 മില്യൺ വരെ എത്തുമെന്നതാണ് കണക്കുകൾ ഉള്ളത്. അപ്പോൾ തന്നെ ഈ ചക്ക എത്ര നിസാരക്കാരൻ അല്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ എപ്പോഴെങ്കിലും വിയറ്റ്നാം ഏർലി സൂപ്പർ ജാക്ക് ഫ്രൂട്ട് ടീ എന്ന് കേട്ടിട്ടുണ്ടോ? നട്ടുകഴിഞ്ഞ് അതേ വർഷം തന്നെ കുലവെട്ടുന്ന വാഴയുടെ മറ്റും ഗണത്തിലേക്ക് കൂട്ടാവുന്ന പ്ലാവാണ് വിയറ്റ്നാം ഏർലി സൂപ്പർ എന്ന ഇനം പ്ലാവ്. വാണിജ്യ അടിസ്ഥാനത്തിൽ പ്ലാവ് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനേക്കാൾ മികച്ചൊരു ഇനം കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് തന്നെ പറയാം. കാരണം ഇതിൻ്റെ ചെറിയ വലുപ്പമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ചുവടുകൾ തമ്മിലുള്ള നിരകൾ തമ്മിലും വെറും 10 അടി അകലം വീതം കൊടുത്താൽ മാത്രം മതി. അതായത് 1 ഏക്കർ സ്ഥലത്ത് 450 പ്ലാവുകൾ വരെ കൃഷി ചെയ്യാം എന്നർത്ഥം. ഈ 5 വർഷത്തെ വളർച്ച എത്തുമ്പോൾ 1 ഏക്കറിൽ നിന്ന് 25 മുതൽ 45 ടണ്ണോളം വിളവാണ് എടുക്കാൻ സാധിക്കുക. ഏതായാലും ചക്ക കൃഷിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇതിനൊരു അവസരം ലഭിച്ചാൽ നിങ്ങൾ ആ കൃഷി ചെയ്യുമോ എന്നും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി ഉടൻ കാണുന്നതുവരെ ഗുഡ് ബൈ.